22 വർഷത്തെ സേവനത്തിന് ശേഷം മിഴികളടച്ച് സെർച്ചർ വിമാനങ്ങൾ. ഇന്ത്യൻ നാവികസേനയുടെ ചാരക്കണ്ണുകളായിരുന്ന 6 സെർച്ചർ വിമാനങ്ങളാണ് ചരിത്രത്തിലേക്ക് അവസാന ലാൻഡിംഗ് നടത്തിയത്. INS ഗരുഡയിൽ ദക്ഷിണ നാവിക കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫ് റിയർ അഡ്മിറൽ ഉബൽ കുണ്ടുവിന്റെ നേതൃത്വത്തിലായിരുന്നു സെർച്ചർ വിമാനങ്ങളുടെ ഡി ഇൻജക്ഷൻ ചടങ്ങ്. which ensure that we maintain a robust maritime domain awareness, and I would say battlefield transparency was better with the sensor being elected. ആ കണ്ണുകൾ ഇനി തുറക്കില്ല. ശത്രുക്കളുടെ രഹസ്യമായ നീക്കങ്ങൾ വരെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്ന ഇന്ത്യൻ നാവികസേനയുടെ ചാരക്കണ്ണുകളായിരുന്ന സെർച്ചർ വിമാനങ്ങൾ 22 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ചു. INS ഗരുഡയിൽ പറന്നിറങ്ങിയ പൈലറ്റില്ലാ വിമാനങ്ങളുടെ അവസാന ലാൻഡിംഗ് ചരിത്രമായി മാറി. അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിന്റെ അവസാന പറക്കലിന് നാവികസേനയുടെ ഉന്നത ഉദ്യോഗസ്ഥരും സെർച്ചർ വിമാനത്തിന്റെ മാതൃ സ്ക്വാഡ്രനായ INAS 342 ഉദ്യോഗസ്ഥരും മുൻ ഉദ്യോഗസ്ഥരും സാക്ഷികളായി. ഇസ്രായേലിൽ നിന്നാണ് നാവികസേനയുടെ നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി സെർച്ചർ വിമാനങ്ങൾ വാങ്ങിയത്. 2002 ഇന്ത്യൻ നേവിയുടെ ഭാഗമായ വിമാനങ്ങളുടെ ആദ്യ പറക്കൽ നടന്നത് 2003 ജനുവരിയിലാണ്. ഇസ്രായേലിൽ നിന്നും 9 മാസത്തെ പരിശീലനം പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ത്യൻ നാവികസേന ഉദ്യോഗസ്ഥർ വിമാനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തത്. INS ഗരുഡയിൽ നടന്ന MK2 ആളില്ലാ വിമാനങ്ങളുടെ ഡി ഇൻഡക്ഷൻ ചടങ്ങിൽ വിമാനങ്ങളുടെ അവസാന പറക്കലിന് സാക്ഷ്യം വഹിക്കാനായി ദക്ഷിണ നാവികസേന കമാൻഡ് ചീഫ് ഓഫ് സ്റ്റാഫ് റിയർ അഡ്മിറൽ ഉബൽ കുണ്ടുവും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. സെർച്ചറിന്റെ അവസാന പറക്കൽ നിയന്ത്രിച്ച തേവര സ്വദേശി കമാൻഡർ ശ്രീകാന്ത് ബോസിനെ UAVകളുടെ വിദൂര നിയന്ത്രണത്തിനായുള്ള അഡ്വാൻസ്ഡ് ഗ്രൗണ്ട് കൺട്രോൾ സെന്ററിലെത്തി ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു. INS 342 ആദ്യ കമാൻഡിംഗ് ഓഫീസറും സെർച്ചറിന്റെ ഗരുഡയിൽ നിന്ന് ആദ്യ പറക്കലിന് സാക്ഷിയുമായ റിട്ടയർഡ് കമാൻഡർ രാജേഷ് കാവാത്രയും അവസാന പറക്കലിന് സാക്ഷ്യം വഹിക്കാനെത്തി. സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ സിവിലിയൻ ആവശ്യങ്ങൾക്കായും ഒട്ടേറെ തവണ വിജയകരമായി ഉപയോഗിച്ച സെർച്ചർ വിമാനങ്ങൾ ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിലെ തിളക്കമാർന്ന അധ്യായമാണെന്ന് ഉബൽ കുണ്ടു പറഞ്ഞു. കഴിഞ്ഞ വർഷം ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തത്തിൽ ഫലപ്രദമായ ആകാശ നിരീക്ഷണം സാധ്യമാക്കിയതും കനത്ത പുക മൂലം ഹെലികോപ്റ്ററുകൾ പറത്താൻ കഴിയാതിരുന്നപ്പോഴാണ് മാലിന്യ കേന്ദ്രത്തിൽ അഗ്നിയുടെ ഉറവിടം കണ്ടെത്താൻ സഹായിച്ചതും സെർച്ചറുകളാണ്. സൈനിക പാരമ്പര്യമനുസരിച്ച് ജയ്വിളികളോടെയാണ് സെർച്ചർ വിമാനങ്ങൾക്ക് സൈനികർ യാത്രാമൊഴിയേകിയത്. This aircraft ran and heralded a very good era of unmanned flying into the Indian naval aviation way back in 2002. When these aircraft were inducted, we were among the pioneers to operate unmanned systems over the sea, and we utilized these aircraft for maritime reconnaissance, surveillance, and beyond that we also utilized these aircraft very effectively for search and rescue and also humanitarian and disaster relief operations. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്നാ? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട, നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.